ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ കുഴിയുള്ള ഒരു മൺചട്ടിയാണ്. ഇതേപോലത്തെ മൺചട്ടിയിൽ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 12 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്നല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് ഇടുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഈ 3 മസാലപ്പൊടികളും ഞാനിതാ കറിയാക്കുന്ന സമയത്ത് കറിയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഈ കറിയിലേക്ക് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. അത് ഞാനത് പൊടിക്കാൻ എടുക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവും കൃത്യമായിട്ട് പറയാം. അത് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും ബിരിയാണിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതേപോലെ നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് മടിയാണെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങണ ഗരം മസാല ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ കഴിയുന്നതും ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തൈരും ചേർക്കുന്നുണ്ട്, തക്കാളിയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തൈരും വേണം. തൈര് ചേർക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്. ആ തൈരും ഞാൻ ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാം. പിന്നെ മല്ലിയിലയും വേണം, പുതിനയിലയും വേണം. ഈ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ബസ്മതി റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 ഗ്രാം റൈസ് ഉണ്ടാവും. ആ റൈസ് ഒരു 400 ഗ്രാം തുടങ്ങിയിട്ട് 500 ഗ്രാം റൈസ് വരെ എടുക്കുക. ഞാനിവിടെ എൻ്റെ മൺചട്ടി കുറച്ച് ചെറുതായതുകൊണ്ടാണ് 400 ഗ്രാം എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ 1/2 കിലോ റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. ഈ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും വേണം. പിന്നെ ഈ വെള്ളം ഏറ്റാതെ നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ചേർക്കണം, കുറച്ച് പെരിഞ്ചീരകം ചേർക്കണം, പിന്നെ ഒരു 2 ബേ ലീവ്സ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കുക, ഒരു പച്ചമുളകും ചേർക്കുക. എന്നിട്ട് റൈസ് ഒരു പകുതി വേവിച്ചിരിക്കണം. പിന്നെ ബാക്കിയുള്ള വേവ് ഈ റൈസ് വേവണത് ഈ ചിക്കൻ കറിയിലേക്ക് ഇട്ടിട്ടാണ് ബാക്കിയുള്ള റൈസിൻ്റെ വേവ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്നട്ടും വേണം. പിന്നെ ഒന്നല്ലെങ്കിൽ സവാള വറുത്തത് ചേർക്കുക, അല്ലെങ്കിൽ ചുവന്നുള്ളി വറുത്തിട്ട് ചേർക്കാം. ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളിയുടെ ടേസ്റ്റാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അത് എന്തായിരുന്നാലും കുഴപ്പമില്ല, ചുവന്നുള്ളി ആയിരുന്നാലും കുഴപ്പമില്ല, സവാള ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യും വേണം. പിന്നെ ബിരിയാണിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ആ പൈനാപ്പിൾ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇതേപോലെ പൈനാപ്പിളും കൂടിയും ബിരിയാണിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗമാണ് എടുത്തേക്കുന്നത്. അത് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണിയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കേവര വാട്ടർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതും കൂടിയും ചേർക്കുക. ഇതേപോലെ ഈ കേവര വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ സഫ്രോണും ചേർക്കുന്നുണ്ട്. സഫ്രോൺ കുറച്ച് പാല് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 നുള്ളു സഫ്രോൺ ചേർത്തിട്ട് ആ സഫ്രോണും കൂടി ബിരിയാണിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ബിരിയാണിക്ക് നല്ലൊരു കളറും കിട്ടും. പിന്നെ ആ സഫ്രോണിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സഫ്രോൺ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ കേവര വാട്ടറും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബിരിയാണി ആക്കാമെന്ന്. ഇതിലേക്കുള്ള ഗരം മസാല പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട്. ഇതേപോലത്തെ വലിയ സ്പൂണിനാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുക. പിന്നെ ഞാനിവിടെ കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കോലാണ്. ഇതേപോലെ ഇങ്ങനെ സ്റ്റാറായിട്ട് ഇരിക്കുന്നതിനാണ് തക്കോലെന്ന് പറയുന്നത്. ഇതൊരു 2 എടുക്കുക. വേണ്ടത് കറിയാമ്പൂവാണ്. കറിയാമ്പൂ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കറിയാമ്പൂ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജാതിപത്രിയാണ്. ജാതിപത്രി ഞാനിവിടെ ഇത്രയ്ക്ക് എടുക്കുന്നുണ്ട്. ഇത് ഒരു മുഴുവനായിട്ടുള്ളൊരു ജാതിപത്രിയുടെ പകുതി ഉണ്ടാവും. പിന്നെ ജാതിക്കയുടെ കുരു ഉണ്ടെങ്കിൽ അത് ഒരു ജാതിക്കയുടെ കുരുവിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കുക. പെരിഞ്ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടൈപ്പ് ജീരകത്തിനെയാണ് പെരിഞ്ജീരകം എന്ന് പറയുന്നത്. അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം വളരെ കുറച്ച് ചേർത്താൽ മതി. ചെറിയ ജീരകം ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർക്കാം.
പിന്നെ ഏലക്കായ വേണം. ഞാനിവിടെ ഏലക്കായയുടെ സീഡ്സ് ആയിട്ടാണ് ചേർക്കുന്നത്. ഏലക്കായ നിങ്ങൾ മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു 14 ഏലക്കായ ചേർക്കാം. ഏലക്കായയുടെ ടേസ്റ്റ് ബിരിയാണിക്ക് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഏലക്കായ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഗരം മസാല പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ ഗരം മസാല നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗരം മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് ഗരം മസാലയ്ക്ക്. ഇത് തുറന്ന് വെക്കരുത്, ഇത് അടച്ച് തന്നെ വെക്കുക. ഇത് ടേസ്റ്റിനനുസരിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് വെള്ളം എന്തോരാന്നുള്ളത് കൃത്യമായിട്ട് ഒരു കണക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് റൈസ് ഒരു പകുതി വേവായി കഴിയുമ്പോൾ വെള്ളം നമ്മൾ മാറ്റി കളയും. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ പാത്രത്തിൽ ഒരു 3/4 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട ചേർക്കുക. പിന്നെ ഒരു പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇതേപോലെ ഇങ്ങനെ 2 ആക്കിയിട്ട് ഇടാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏറ്റവും ആദ്യം ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം. അപ്പോഴായിരിക്കും റൈസ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് വരാം. റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടായില്ലെങ്കിൽ ബിരിയാണി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബിരിയാണിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെള്ളത്തിലെ ഉപ്പിൻ്റെ അളവ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് റൈസിന് എടുത്തേക്കുന്നത്. 400 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ട്. ആ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂടി വെച്ചിട്ട് റൈസ് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 2 ബേ ലീവ്സ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയതായതുകൊണ്ട് ഞാനിവിടെ ഒരു 3-4 ചേർത്തിട്ടുണ്ട്. അത് നല്ല വലിയ ബേ ലീവ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 2 ചേർക്കാം. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് റൈസ് വേവിച്ചെടുക്കുക. റൈസ് ഒരു പകുതിയാണ് വേവിച്ചെടുക്കേണ്ടത്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ റൈസ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വെക്കണം. ഏറ്റവും തന്നെ നിങ്ങൾ തീ നന്നായിട്ട് കുറച്ച് വെക്കരുത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അത് മൂടി വയ്ക്കും. ഇപ്പോൾ റൈസ് ഒരു പകുതി വേവായിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിനകത്ത് ഒരു 2 മണി റൈസ് എടുത്തിട്ട് ഒന്ന് വായിലിട്ട് നോക്കുക. അപ്പോൾ ആ റൈസിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ ചോറിൻ്റെ ടേസ്റ്റിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പകുതി വെന്തിട്ടുണ്ടാവും. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുക. അത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ വെള്ളം ഊറ്റിക്കളയണം. പിന്നെ അത് വായിലിട്ടിട്ട് നമ്മൾ കടിച്ച് നോക്കുമ്പോൾ ആ റൈസിൻ്റെ ഉപ്പും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. ഇതിൽ നിന്ന് വേഗം വെള്ളം ഊറ്റിക്കളയുക. അപ്പോൾ റൈസ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഇങ്ങനെ ഒട്ടും കട്ട പിടിച്ചിട്ടൊന്നും ഇരിക്കില്ല. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് റൈസ് വേവിച്ചെടുക്കുമ്പോൾ അതിന് കട്ട പിടിച്ച പോലെ ഇരിക്കില്ല. പിന്നെ റൈസിൻ്റെ വേവ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വേവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബിരിയാണിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിപ്പോൾ കുറച്ച് വലിയ പാത്രമായതുകൊണ്ട് ഈ റൈസ് ഞാനിവിടെ വേവിച്ച് കഴിഞ്ഞിട്ടും ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൈസ് വേവിച്ചെടുക്കുന്ന പാത്രം കുറച്ചുകൂടി ചെറിയ പാത്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഊറ്റി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വലിയൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കണ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കുഴിയുള്ള മൺചട്ടി ആയിരിക്കണം വേണ്ടത്. ഇതിലേക്ക് ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്ത് ചേർക്കുക. പച്ചമുളക് ചേർക്കുക. വഴറ്റിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് മാറിയും വേണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കുക. ഈ മൺചട്ടിയിലിട്ടിട്ട് നിങ്ങളിതൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഈ മൺചട്ടിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലിട്ടിട്ട് തട്ടും. ഇങ്ങനെ ഈ സ്പൂണിന്മേൽ പിടിച്ചിരിക്കുമ്പോൾ. പക്ഷേ മൺചട്ടിയിലാവുമ്പോൾ നിങ്ങൾ അതേപോലെ ഇങ്ങനെ സൈഡിൽ പിടിച്ച് തട്ടരുത്, മൺചട്ടി പൊട്ടിപ്പോവും. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് പോയിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം.
മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ ടീസ്പൂണിലാണ് ചേർക്കുന്നത്. ഇതേപോലത്തെ ചെറിയ സ്പൂണിനാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. വലിയ ടേബിൾ സ്പൂണിലല്ല ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഈ മൺകലത്തിലിട്ടിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അതിന് ചെറുതായിട്ട് മൺചട്ടിയുടെ അടിയിൽ പിടിക്കും. പക്ഷേ അത് കുഴപ്പമില്ല. ഇതിനകത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കുമ്പോൾ അതൊക്കെ ഈ മൺചട്ടിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും. ഇതിൻ്റെ അടിയിലും ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, പക്ഷേ കുഴപ്പമില്ലാതെ. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇതേപോലത്തെ വലിയ സ്പൂണിലാണ് ചേർക്കുന്നത്. ഇതാണ് ടേബിൾ സ്പൂണ്. ഈ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്. അപ്പോൾ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. നമ്മുടെ തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇതേപോലെ കുറച്ച് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇനി കുറച്ച് പുതിനയിലയും ചേർക്കാം. പുതിനയില കുറച്ച് ചേർത്താൽ മതി, മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കാം. കൂട്ടി വെക്കരുത്. തീ ഇതേപോലെ കുറച്ച് തന്നെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവിക്കണം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. തക്കാളിക്കും വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. തക്കാളി വെന്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും ചേർത്തത് ചിലപ്പോൾ ഇങ്ങനെ ഈ ചട്ടിയുടെ അടിയിൽ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ തക്കാളി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാനും ചട്ടിയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരും. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്, തീ കുറച്ച് തന്നെ വെക്കാം. ഗരം മസാല പൊടിച്ചത് ചേർക്കാം. അത് നിങ്ങൾ ഏറ്റവും നിങ്ങൾ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ടേസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ചും കൂടി മല്ലിയില ചേർക്കാം. അത് ബിരിയാണിക്കുള്ള ചിക്കൻ കറിക്ക് വെക്കുമ്പോൾ മല്ലിയിലേക്കും കുറച്ച് കൂടുതൽ ചേർക്കണം. നന്നായിട്ട് മല്ലിയില കൂടുതൽ ചേർക്കുക, പുതിനയില കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് പുളിയുള്ളത് ചേർക്കരുത്. ഇപ്പോൾ ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കരുത്. ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്ന് ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിലേക്ക് റൈസ് ചേർക്കുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലകളൊക്കെയും ഈ ചട്ടിയുടെ അടിയിൽ പിടിക്കും. ഇനി ബിരിയാണിയിൽ ഇടാനുള്ള സവോള വറുത്തെടുക്കുക. ഞാനിവിടെ സവോളയ്ക്ക് പകരം ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളി എടുക്കുക, അല്ലെങ്കിൽ സവോള ചേർക്കുക. അത് നെയ്യിൽ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ചേർക്കുക. ഈ ചൂടായ നെയ്യിലേക്ക് കാഷ്നട്ട് ഇട്ട് വറുത്തെടുക്കുക. ആ കാഷ്നട്ടൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ കാഷ്നട്ടൊക്കെ ഞാനിവിടെ വറുത്തെടുക്കുന്ന നേരത്ത് ഞാനിവിടെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിടരുത്. അത് ഞാൻ പ്രത്യേകം പറയേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. അപ്പോൾ കാഷ്നട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ബിരിയാണിയിൽ ഇതേപോലെ ഡേറ്റ്സ് കുറച്ച് ചേർക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് നല്ല മധുരമായിരിക്കും. ഞാനിവിടെ ഒരു 3 ഡേറ്റ്സ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്തിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളിക്കും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് ചെറുതാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ നെയ്യ് മൂപ്പിച്ചെടുത്തതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ മഞ്ഞൾപ്പൊടി നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ ചുവന്നുള്ളിയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് വെള്ളം വന്നു കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് റൈസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഫുള്ളായിട്ട് വേവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി റൈസും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഈ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ചിക്കനൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ചേർക്കാം. റൈസ് ചേർക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ചിക്കന് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി വയ്ക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക റൈസ് ചേർക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ പൈനാപ്പിൾ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചിലവരങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷേ ഞാൻ മിക്കപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പൈനാപ്പിൾ ചേർക്കും. നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഒരുപാട് ചേർക്കണ്ട, അതേപോലെ കുറച്ച് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. അതും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. നമ്മൾ ആ നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് ചേർക്കുക. ഇതും ഒരുപാടൊന്നും ചേർക്കണ്ട, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് ആ നെയ്യിൽ മൂപ്പിച്ച് വെച്ചേക്കണ ചുവന്നുള്ളി ചേർക്കുക. ചുവന്നുള്ളിയും നെയ്യും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിന് ലെയർ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് അടുത്ത ലെയർ ചോറ് ചേർക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കേര വാട്ടർ ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ എല്ലായിടത്തും കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അതിന് ഓരോ ലെയർ പൈനാപ്പിളും പിന്നെ നെയ്യിൽ മൂപ്പിച്ചേക്കണ ഉള്ളിയും കാഷ്നട്ടും പിന്നെ വറുത്തെടുത്തേക്കണ ഡേറ്റ്സും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നെയ്യും കാഷ്നട്ട് വറുത്തതും ഡേറ്റ്സും ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് ബിരിയാണി ദം ചെയ്യുക. ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വാഴല വെച്ചിട്ട് മൂടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യും. ഏറ്റവും ആദ്യം വാഴല വെച്ചിട്ട് മൂടി വയ്ക്കുമ്പോൾ ആ വാഴല വാടുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക്. ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്യുക. ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പാത്രത്തിൻ്റെ സൈഡൊക്കെ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി നന്നായിട്ട് കവർ ചെയ്യണം. ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം ഒട്ടും പുറത്തേക്ക് പോവില്ല. ഇതേപോലത്തെ ഫോയിൽ പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് പാകമാവണ ഒരു മൂടി എടുക്കുക. എന്നിട്ട് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്തിട്ട് ആ മൂടിയുടെ എല്ലാ സൈഡിലും ആ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എല്ലാ സൈഡിലും നന്നായിട്ട് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ മൂടി ഈ പാത്രത്തിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അമർത്തി അടച്ചിട്ട് സീൽ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അടപ്പ് ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് മുറുക്കി അടച്ച് വെക്കുമ്പോൾ അത് നന്നായിട്ട് സീൽ ചെയ്തിരിക്കും. അപ്പോൾ അതേപോലെ വേണമെങ്കിൽ അതേപോലെ ദം ചെയ്തെടുക്കുക. പക്ഷേ ഇതേപോലെ ദം ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. സാധാരണ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കാറ്. പക്ഷേ ഇത് മൺചട്ടി ആയതുകൊണ്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യും ഈ മൺചട്ടിയുടെ ഉള്ളിൽ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ വെക്കുമ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബർണറിലാണ് വെച്ചേക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയത്തിനും ലോയ്ക്കും നടുക്കാണ് വെച്ചേക്കുന്നത്. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ അടി കിടക്കുന്ന ചിക്കൻ അടിയിൽ പിടിക്കും. ഈ ബിരിയാണി ദമ്മായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ പതുക്കെ തുറന്ന് നോക്കുമ്പോൾ ഈ റൈസിൻ്റെ മുകളിൽ നിന്നൊക്കെ നന്നായിട്ട് സ്റ്റീം പുറത്തേക്ക് വന്നിട്ടുണ്ടാവണം. അപ്പോഴായിരിക്കും ബിരിയാണി ദമ്മായിട്ടുണ്ടാവുക. ഇതേപോലെ ചെറിയ ബർണറിൽ മീഡിയത്തിനും ലോയ്ക്കും നടുക്കാണ് ഞാനിവിടെ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ബിരിയാണി ദമ്മാക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു 45 മിനിറ്റായി. അപ്പോൾ ഈ ഫോയിലറിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ചൂട് വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ചിക്കനൊന്നും ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല. അത് നിങ്ങളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ എപ്പോഴും തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ മൺകലത്തിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഈ ബിരിയാണി.